മാംഗ്ലൂർ സ്പെഷ്യൽ പഴുത്ത മാങ്ങ പുളിങ്കറി. ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെയല്ല, രുചിയിൽ വ്യത്യാസമുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ. ഇതിനു വേണ്ടി 8 പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 വരെ എടുക്കാം. ആദ്യം മാമ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ കളയാം. എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ എടുത്താലും ഈ കറി കഴിക്കാൻ നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ 8 മാമ്പഴവും ഞാൻ തൊലിയൊക്കെ കളഞ്ഞു. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞ് അതും ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാമ്പഴം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈ മാമ്പഴത്തിൻ്റെ രുചി കൂടുതൽ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിനെ വേവിക്കാൻ വെക്കാം. അടച്ചു വെച്ച് വേണമെങ്കിലും വേവിക്കാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. ഞാനൊരു 5 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 4 അല്ലി ചുവന്നുള്ളി, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കണം. ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇനി ഈ സമയമാകുമ്പം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്നും വറുക്കണ്ട. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അതിൻ്റെ ആ പച്ചമണം മാറി വെള്ളം ഒന്ന് വലിയുന്ന ഈ ഒരു പരുവം മതി. ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉൾവശവും നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ആ അരപ്പിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ആദ്യം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചിട്ട് നമ്മുടെ മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ രുചി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമായിരിക്കും ചിലർക്ക് മാമ്പഴക്കറിക്ക് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ശർക്കര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കഷ്ണം ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു കറിയാണ്. നല്ല രുചിയാണ് ഈ കറി കഴിക്കാൻ. ഇനി ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ കിടന്ന് ഇതൊന്ന് തിളയ്ക്കണം. കറിക്ക് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴുത്ത മാങ്ങ കറി തയ്യാറായി. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.